ഹലോ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയതാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളും ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എണീറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഡ്രസ്സ് നമ്മൾ ഇവിടുന്ന് വാങ്ങിയതാണ്. നമ്മൾ ഡ്രസ്സൊക്കെ നാട്ടി വെച്ച് മറന്നല്ലോ. അപ്പോൾ ഇവിടുന്ന് വാങ്ങിയത് കിട്ടിയത് എടുത്തിട്ട് കേട്ടോട് അങ്ങനെ വലിയ സെലക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ബലിയിടുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ബീച്ച് സൈഡ് ഉണ്ടല്ലോ, അവിടേക്കാണ് പോകുന്നത്. കാരണം അവിടെയാണ് ആ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് പോകാനായിട്ട് നമുക്ക് ഒരുപാട് ഓട്ടോസ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓട്ടോ കിട്ടാനായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഓട്ടോ പോയപ്പോൾ ഒരാൾക്ക് 20 രൂപ വെച്ചിട്ടാണ് ആൾ വാങ്ങിയത്. അപ്പോൾ ഇതാകുമ്പോൾ അവർക്ക് സ്ഥലമൊക്കെ കറക്റ്റായിട്ട് അറിയാലോ എന്നുള്ളതിലാണ് നമ്മൾ ഓട്ടോ പോയത്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ബീച്ച് സൈഡ്. അപ്പോൾ ഈ ഒരു ബീച്ച് സൈഡിൽ വരുന്ന വാട്ടർ ബോഡി എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളാണ്. അപ്പോൾ ബേ ഓഫ് ബംഗാൾ കഴിഞ്ഞ് പിന്നെ ശ്രീലങ്കയാണ്. അപ്പോൾ ശ്രീലങ്കേനായിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു വാട്ടർ ബോഡിയാണിത്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. ഇരുട്ടും വാം ലൈറ്റും ഇത്ര അധികം ആൾക്കാരായിട്ട് ഫുൾ കളർഫുള്ളായിട്ട് കാണാനായിട്ട് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ താഴെ നോക്കി നടന്നില്ലെങ്കിൽ വല്ലതിലൊക്കെ ചവിട്ടും കേട്ടോ. അപ്പോൾ ഫുൾ അങ്ങനെ എന്താ പറയുക, അഴുക്കായിട്ട് കിടക്കുമായിരുന്നു. വൃത്തിയേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ താഴെ നോക്കി നടക്കണം, അല്ലെങ്കിൽ നമ്മൾ വല്ലതിലും പോയി ചവിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബേ ഓഫ് ബംഗാളിൻ്റെ വാട്ടർ ബോഡി എന്ന് പറയുന്നത് അഗ്നി തീർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തീർത്ഥം തൊട്ടാൽ തന്നെ നമ്മുടെ ഫുൾ ബോഡിയും സോളും ഒക്കെ പ്യൂരിഫൈ ആവുന്നതാണ് കേട്ടോ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അമ്മയും അച്ഛനും അതേപോലെ അമ്മാമ്മയും അച്ചാച്ചനും ഒക്കെ ഈ ഒരു അഗ്നിതീർത്ഥത്തിൽ മുങ്ങി കുളിക്കാനായിട്ട് പോവുകയാണ്. കാരണം അവർ ബലിയിടാനായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ എല്ലാവരും ഇറങ്ങി എന്നിട്ട് അതിലൊന്ന് മുങ്ങി കുളിക്കാനായിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ രാമേശ്വരം ടെമ്പിളിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 22 തീർത്ഥക്കുളങ്ങളുണ്ട്. അപ്പോൾ ഈ തീർത്ഥക്കുളത്തിൽ നമ്മൾ ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നേക്കാൾ മുന്നേ ഈ ഒരു അഗ്നിതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ബലിയിടലും ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാനുള്ളതിലായിരുന്നു. അപ്പോൾ ഞാനും അക്കും മാത്രം വെള്ളത്തിൽ അഗ്നിതീർത്ഥത്തിൽ ഇറങ്ങാതിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളും അതിലൊന്ന് മുങ്ങിക്കുളിച്ചതിന് ശേഷം നമ്മൾ ആ 22 തീർത്ഥക്കുളത്തിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് പോകാനായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മുങ്ങാനായിട്ട് പോയപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം, നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ, ആരുടെയൊക്കെയോ മുണ്ട് ഊരിപ്പോയതിന് പൊങ്ങി വരുന്നൊക്കെ ഉണ്ട് വെള്ളത്തിൽ. അപ്പോൾ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് അത്രയും എന്താ പറയുക, ഹൈജീനിക്കൊന്നും ആയിരുന്നില്ല. അപ്പോൾ പൊതുവേ അങ്ങനെയാണല്ലോ, ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാകുമ്പോൾ അങ്ങനെ ഹൈജീനായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷേ സംഭവം എന്താ പറയുക, അവിടെ ഒരു പ്ലസൻറ്റ് വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് തീർത്ഥക്കുളത്തിൻ്റെ അവിടേക്ക് പോകാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ ടോയ്ലറ്റ്, ബാത്റൂം, ലോക്കർ അങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ചെറിയ ഫെസിലിറ്റീസൊക്കെ അവിടെ സൈഡിൽ അവൈലബിൾ ആണ്. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, നമ്മൾ എന്തായാലും അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോട്ടൽ റൂമിൽ തന്നെ എല്ലാം വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു ക്യാൻ വാങ്ങാമെന്ന് വെച്ചു. ഈ 22 തീർത്ഥക്കുളത്തിലെ വെള്ളം നമ്മൾ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന വീടിന് ഒരു ഐശ്വര്യമാണ് കേട്ടോ പറയാം. നമ്മൾ അങ്ങനെ വയ്ക്കാനായിട്ട് ഒരു ക്യാൻ വാങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ക്യാൻ വാങ്ങിയതിന് ശേഷം നമ്മളവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഗൈഡായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ 22 കുളങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഈ വെള്ളം മുക്കി വയ്ക്കാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുപോകായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്. ഇവർക്കാകുമ്പോൾ അതിൻ്റെ നാക്കും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ആദ്യം പറഞ്ഞ റേറ്റ് 250 രൂപ കേട്ടോ ഒരാൾക്ക് വെച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തോന്നി ആൾ ഭയങ്കര കത്തിയാണെന്ന് തോന്നി. അപ്പോൾ നമ്മളത് വേണ്ട, എന്തായാലും അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ ദൂരം ഉണ്ടല്ലോ, അപ്പോൾ പോകുന്ന വഴി ആരെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള രീതിക്ക് നമ്മളും മുന്നോട്ട് പോകട്ടെ. സാധാരണ 100-150 രൂപയാണ് ഒരു പ്രൈസ് റേഞ്ച് വരിക എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 250 രൂപ, നമ്മൾ 6 പേരുണ്ടല്ലോ, 250 രൂപ എന്ന് പറയുന്നത് വളരെ ഒരു വലിയ എമൗണ്ട് ആയിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാകും, പല റേറ്റിലും അവർ പറയും. അപ്പോൾ ഒക്കെ എന്താ പറയുക, മാക്സിമം നമ്മളെ ഊറ്റാനായിട്ടാണ് അവർ. കാരണം നമ്മൾ അവിടുത്തെ ലോക്കൽസ് അല്ല, നമ്മളവിടെ എന്താ പറയുക, കാണാനായിട്ട് ടൂറിസ്റ്റായിട്ട് വന്നിട്ടുള്ളതെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. മാക്സിമം അവർ എന്താ പറയുക, നമ്മുടെ നിന്ന് ഊറ്റാനായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ആളെടുക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ കൊണ്ടുപോയി ഈ ഒരാളാട്ടോ. ആൾ 150 രൂപയാണ് ഒരാൾക്ക് പറഞ്ഞത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ വീണ്ടും ആൾക്കാരെ കണ്ട് തപ്പി പിടിക്കാനായിട്ട് നമുക്ക് സമയമില്ല. കാരണം ഇന്ന് രാമേശ്വരം ഇവിടെ ഒന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ധനുഷ്കോടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് എത്തി. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഒരാളെടുത്തിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് സാവധാനം ക്യൂവിൽ ടൈമൊക്കെ ഉണ്ടെങ്കിൽ ക്യൂവിലൊക്കെ നിന്നിട്ട് സാവധാനം പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ സൈഡിൽ ചപ്പൽ ഊരിടാനായിട്ടുള്ള ഏരിയ ഉണ്ട്. പക്ഷെ അങ്ങനെ റാക്കും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും ഊരിട്ട് പോയേക്കാം കേട്ടോ. ഇവിടെ നിന്ന് തിരിച്ചിട്ടെന്നൊന്നും അറിയില്ല, എന്തായാലും നമ്മളവിടെ ഊരിടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ അങ്ങോട്ട് വരുന്നത്. ഞാൻ അതുവരെ രാമേശ്വരത്തേക്ക് വന്നിട്ടില്ല. നമ്മളങ്ങനെ അധികം ഒന്നും കറങ്ങാറില്ല.
അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എന്താ പറയുക ഭയങ്കര ഹാപ്പിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്നെ ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക പില്ലേഴ്സ് കാണുമ്പോൾ പിന്നെ എന്താ ഭയങ്കര ഒരു ഭംഗിയാട്ടോ. ഈ ഒരു കളർ കോമ്പും ആ ഒരു എന്താ പറയുക സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ അവർ ലോർഡ് ശിവനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലാട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ മൊത്തം 1212 പില്ലേഴ്സാട്ടോ ഇവിടെ ഉള്ളത്. ഈ ഒരു ടെമ്പിളിൽ ഫുള്ള് 1212 പില്ലേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഓരോ പില്ലേറിൻ്റെ ഹൈറ്റ് വരുന്നത് 30 ഫീറ്റാട്ടോ, 30 അടിയാണ് വരുന്നത്. പിന്നെ ഈ ഒരു കാണുന്ന ഈ ഒരു പില്ലറും അങ്ങനെ ഫുള്ളൊരു ലോങ് കോറിഡോറാട്ടോ ഈ ഒരു ടെമ്പിളിൽ ഫുള്ള്. അപ്പോൾ ഈ ഒരു കോറിഡോർ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ലോകത്തിലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ടെമ്പിൾ കോറിഡോർ എന്ന് പറയുന്നത് രാമേശ്വരത്താണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകത ഉള്ളൊരു ടെമ്പിൾ തന്നെയാട്ടോ അത്. അപ്പോൾ അങ്ങനെ നമ്മൾ 22 തീർത്ഥക്കുളങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയാട്ടോ ഇവർ ഓരോ കുളത്തു നിന്നും ഇങ്ങനെ മുക്കിയെടുത്തിട്ട് നമ്മുടെ തലയിൽ കൂടെ ഒഴിച്ച് തരും. അപ്പോൾ എന്താ പറയുക, അത് അങ്ങനെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല രസമല്ല. അപ്പോൾ അങ്ങനെ 22 തീർത്ഥക്കുളം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും. പിന്നെ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുന്നൊക്കെയാട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ 12 ജ്യോതിർലിംഗത്തിൽ ഒരു ടെമ്പിളായിട്ട് വരും ഇതും. പുറത്ത് നല്ലൊരു സെറ്റപ്പിൽ ഒരു ശിവൻ്റെ ശൂലം വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗ്രീനറിയിൽ ഇരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി റൂമിൽ പോയി ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് നനഞ്ഞ ഡ്രസ്സിൽ നമുക്ക് എന്താ പറയുക ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റില്ല, ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് പോകാമെന്നുള്ളതിൽ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നിട്ട് ഞാൻ റെഡിയായി, അക്കു റെഡിയായി, അതേപോലെ തന്നെ അമ്മയും റെഡി ആയിട്ടോ. അപ്പോൾ അച്ഛൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി. അപ്പോൾ എന്താ വിശക്കുന്നുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മിക്ക കടയിൽ കയറിയപ്പോഴും എല്ലായിടത്തും ഇങ്ങനെ ഈച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ മസാല ദോശ കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നു കേട്ടോ ടെമ്പിളിലേക്ക്. അപ്പോൾ ടെമ്പിളിൻ്റെ അവിടെ ഫ്രണ്ടിൽ വന്നപ്പോൾ നമ്മൾ ചപ്പൽ ഊരിടാനായിട്ടുള്ള സ്ഥലമൊന്നും കണ്ടില്ല. അപ്പോൾ ജസ്റ്റ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചപ്പൽ ഊരിയിടാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോറിഡോർ എന്ന് പറയുന്നത്. നല്ല രസമായിട്ട് ഒരു കോറിഡോർ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ കൊടുത്ത ഫാസ്റ്റ് ലൈൻ ഉണ്ട്, 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിലും സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൈസ കൂടുതൽ കൊടുക്കുന്നതോറും എന്താ പറയുക പെട്ടെന്ന് പോകാൻ പറ്റും. അപ്പോൾ ഇതാട്ടോ നമ്മൾ പറഞ്ഞ ലോങ്ങസ്റ്റ് കോറിഡോർ എന്ന് പറയുന്നത്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫുൾ ക്യൂവും കാര്യങ്ങളും എന്താ പറയുക ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഇതിലായിരുന്നില്ല. അപ്പോൾ ഫുള്ളും തല്ലും വഴക്കൊക്കെ ആയിരുന്നു. നമ്മൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ചപ്പലില്ല കേട്ടോ അവിടെ. അപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് അവിടെ അടുത്തൊരു ചെറിയ മുറി പോലെ ഉണ്ട്, അവിടെ എല്ലാവരും ചപ്പൽ കൂട്ടിയിട്ടേക്കറും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പോയി എടുത്തു നമ്മൾ ചപ്പൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ രാമേശ്വരം ടെമ്പിൾ എന്താ പറയുക ഫുൾ കവർ ചെയ്തു. അപ്പോൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫുൾ ക്യൂവും കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് അല്ലാത്തതുകൊണ്ട് ഭയങ്കര വഴക്കും തല്ലും. അപ്പോൾ ഒരു എന്താ പറയുക പ്ലസൻറ്റ് ഫീലിംഗ് കാര്യങ്ങളൊക്കെ പോയിരുന്നു. അപ്പോൾ എന്താ പറയുക ടെമ്പിൾ സംഭവം നല്ല രസമുണ്ട് കാണാനായിട്ട്. അതേപോലെ എന്തായാലും ഒരു വട്ടം വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു രാമേശ്വരം ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വളർത്തുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വന്നായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.